ഹായ് എവ്രി വൺ, ഹാപ്പി സൺഡേ. ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ വൈപ്പിനിൽ പോയി കുറച്ച് നെയ്മീൻ മേടിച്ചു. ഞങ്ങൾ സാധാരണ വൈപ്പിൽ നിന്നാണ് കൂടുതലും മീൻ മേടിക്കാറ്. അവിടെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് മീൻ കിട്ടും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എപ്പോഴും സാധാരണ കറി വയ്ക്കുക അല്ലെങ്കിൽ വറുക്കുക, ഇപ്രാവശ്യം അങ്ങ് പൊള്ളിച്ചാലോ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നെയ്മീൻ നന്നായി കഴുകി ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം വിനാഗിരി, ഉപ്പ്, ഇത്രയും മതി. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് നെയ്മീനിലോട്ട് പുരട്ടി വയ്ക്കാം. ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യണം. എന്നാലാണ് ആ മീനിലോട്ട് ഈ രുചികളെല്ലാം പിടിക്കുള്ളൂ. അങ്ങനെ അപ്പയും ഈതൻകുട്ടനും പോയി അല്പം വാഴയില സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. ചട്ടിയിൽ എണ്ണയൊഴിച്ച് കുറച്ചധികം ചെറിയുള്ളി, അല്പം സവാളയും ഇട്ട് നന്നായി വഴറ്റാം. ഇതിലോട്ട് അല്പം കറിവേപ്പില ഇട്ടോളൂ. ഉള്ളിയും സവാളയും നന്നായി വഴണ്ട ശേഷം ഇതിലോട്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതെല്ലാം നന്നായി വഴണ്ട ശേഷം അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്ത് പൊടികൾ നന്നായി മൂപ്പിക്കുക. പൊടികളെല്ലാം ഉള്ളിയോട് ചേർന്ന ശേഷം നമുക്കല്പം തക്കാളി ചേർക്കാം. തക്കാളി നന്നായി വഴറ്റി മസാലയിൽ നിന്ന് എണ്ണ തെളിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഈ തേങ്ങാപ്പാൽ ആ മസാലയിൽ കിടന്ന് തിളച്ച് ഒന്ന് കുറുകിയ ശേഷം ഓഫാക്കാം. ഇത്രയുമുള്ളൂ നമ്മുടെ മസാല. മസാല ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നമുക്ക് നെയ്മീനും വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ മതിയെ, ഒത്തിരി ഫ്രൈ ആക്കണ്ട. ഈ മീൻകറി ഉണ്ടാക്കുന്ന നേരത്താണ് പണ്ട് നടന്നൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ അപ്പയ്ക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. ചൂണ്ടയുണ്ടാക്കി മീനെ പിടിക്കുക ഭയങ്കര ഹരമാണ്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തി അപ്പയും കൂടി ഒരവധി ദിവസം ഇവിടെ മീൻ പിടിക്കാൻ പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മീനിന് തീറ്റയായിട്ട് മൈദ വെച്ചിട്ടൊരു മാവപ്പം ഉണ്ടാക്കി. അതെൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും അമ്മയെടുത്ത് മസാലയൊക്കെ റെഡിയാക്കി വെച്ചു. ഞങ്ങളിപ്പം മീനായി വരാമെന്ന് പറഞ്ഞ് പുഴയിൽ മീൻ പിടിക്കാം. അങ്ങനെ ഞങ്ങൾ പുഴയുടെ അരികിലെത്തി. ഞാനും എൻ്റെ അനിയത്തിയും ഓടി പുഴവക്കിൽ പോയിരുന്നു. അപ്പോൾ പുറകെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കയ്യിൽ നിന്ന് മാവ് പുഴയിലോട്ട് വീണു. ഞാനും എൻ്റെ അനിയത്തിയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പുഴയിലോട്ട് നോക്കി മിണ്ടാതിരുന്നു. തുള്ളിച്ചാടി സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മക്കൾ തല കുമ്പിട്ടിരിക്കുന്നത് കണ്ട് അപ്പ ചോദിച്ചു, എന്തു പറ്റി? പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. പണ്ടേ അനിയത്തി ഭയങ്കര ധൈര്യശാലിയാണ്. അവൾ പറഞ്ഞു, അപ്പ നമ്മുടെ മാവ് പുഴയിൽ പോയി. എന്തോ അപ്പ ഒന്നും മിണ്ടിയില്ല. വാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിൽ പോന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ ഒരു സംഭവം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർത്തു. അങ്ങനെ ഒരു മീനിൻ്റെ കഥ, ഒരു മീൻ പിടിക്കാൻ പോയ കഥ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വാഴയിലയെല്ലാം നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലോട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല പുരട്ടി, നെയ്മീൻ വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും മസാല പുരട്ടി ഇതെല്ലാം കൂടി വാഴയിലയിൽ ചുറ്റി ഒരു നൂലിൽ കെട്ടാം. നൂലിലോ വാഴയിലയിലോ നിങ്ങൾക്ക് കെട്ടാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വാഴയിലയിൽ പൊതിഞ്ഞ് മീൻ അതിലോട്ട് വെക്കാം. രണ്ടു വശവും മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇലയിൽ പൊള്ളിച്ച മീൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കങ്ങ് കഴിക്കാം, അല്ലേ?